47 മുതൽ 59 വരെയുള്ള വാക്യങ്ങളാണ്. യേശു തമ്പുരാൻ അവിടെ ശക്തമായി പ്രബോധിപ്പിക്കുന്നത് വിശുദ്ധ കുർബാനയെ പറ്റിയുള്ള ഒരു കമന്ററിയാണ്. നമുക്കറിയാം, വേദപുസ്തകത്തിലെ എല്ലാ പ്രമേയങ്ങളും നാം പരിശോധിക്കുമ്പോൾ ഇത്രയും സുന്ദരമായ ഒരു കമന്ററി നമുക്ക് മറ്റൊരു ഭാഗത്തും പരിശുദ്ധ കുർബാനയെ പറ്റി കാണുന്നില്ല. യോഹന്നാന്റെ സുവിശേഷത്തിലാണ് യഥാർത്ഥത്തിൽ ഔദാസികമായ ജീവിതത്തിന്റെ അർത്ഥങ്ങളെ പറ്റി ആഴമായി പ്രതിപാദിക്കുന്നത്. മത്തായി, മർക്കോസ്, ലൂക്കോസ് എന്നീ സമവീക്ഷണ സുവിശേഷകന്മാർ സിനോപ്റ്റിക് ഗോസ്പൽ റൈറ്റേഴ്സ് എന്നാണ് അവരെക്കുറിച്ച് പറയുന്നത്. സിനോപ്റ്റിക് ഗോസ്പൽസ് എന്നാണ് മത്തായി, മർക്കോസ്, ലൂക്കോസ് എന്നീ സുവിശേഷങ്ങൾ ഉൾപ്പെടുത്തുന്നത്. കാരണം അത് സമാനമായ ചിന്താഗതികൾ ഉള്ളതാണെന്നും അത് പൊതുവായ ഒരു ധാരണയിൽ നിന്ന് വരുന്നതാണ് എന്നാണ് വേദശാസ്ത്രജ്ഞന്മാർ വിശ്വസിക്കുന്നത്. എന്നാൽ യോഹന്നാന്റെ സുവിശേഷം അതിൽ വ്യത്യസ്തമായി പലതിനെയും അവതരിപ്പിക്കുവാൻ ശ്രമിക്കുന്നതുകൊണ്ട് യോഹന്നാനെ ക്രിസ്റ്റോളജി എന്ന് പറയുന്നത് പ്രത്യേകമായി വേദശാസ്ത്രജ്ഞന്മാർ പഠിപ്പിക്കുന്ന ഒന്നാണ്. എന്നാൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ കുർബാന സ്ഥാപനം അത് അതേപടി ഒരു നറേഷൻ അല്ലെങ്കിൽ ഒരു വിവരണം അതിൽ കാണുന്നില്ല. യോഹന്നാന്റെ സുവിശേഷത്തിൽ ഒരു കാര്യം അതേപടി അത് കണ്ടത് അതേപടി ഒരു ചിത്രകാരൻ വരയ്ക്കുന്നത് പോലെയോ ഒരു കഥാകൃത്ത് കഥ എഴുതുന്നത് പോലെയോ ഒരു സാഹിത്യകാരൻ അവതരിപ്പിക്കുന്നത് പോലെയോ അല്ല യോഹന്നാൻ കുർബാനയെ പറ്റി അവതരിപ്പിക്കുന്നത്. എന്നാൽ മറിച്ച് യോഹന്നാന്റെ സുവിശേഷം 6-7 അധ്യായങ്ങൾ പരിശോധിക്കുമ്പോൾ എന്താണ് കുർബാന എന്നുള്ളതിനെ പറ്റി ആഴമായ ചില ചിന്തകൾ നമുക്ക് നൽകുന്നുണ്ട്. ഞാൻ സത്യമായും ഞാൻ നിങ്ങളോട് പറയുന്നു, വിശ്വസിക്കുന്നവനെ നിത്യജീവനുണ്ട്. ഞാൻ ജീവന്റെ അപ്പമാകുന്നു. നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്ന ഭക്ഷിച്ചിട്ട് മരിച്ചുപോയി എന്ന് പറഞ്ഞ് വളരെ ശക്തമായ ഒരു അവതരണമാണ് യോഹന്നാൻ ഇവിടെ നൽകുന്നത്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 35-ാമത്തെ വാക്യം ഈ പെന്തക്കോസ്തിന് ശേഷമുള്ള ആഴ്ചകളിൽ ആവർത്തിച്ച് ഉരുവിടുന്ന ഭാഗങ്ങളാണ്. നമുക്കറിയാം, കർത്താവിന്റെ ജനനത്തിന് മുമ്പുള്ള ആഴ്ചകളിൽ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നിന്നാണ് കൂടുതൽ ഏവങ്കേലിയൻ സുവിശേഷങ്ങൾ നാം വായിച്ചു കേൾക്കുന്നത്. എന്നാൽ പെന്തക്കോസ്തിന് ശേഷമുള്ള ആഴ്ചകളിൽ കൂടുതലും കുർബാനയെ പറ്റി വളരെ ശക്തമായി പ്രതിപാദിക്കുന്ന കാര്യങ്ങളാണ് വേദവായനക്കുറിപ്പിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്താണ് കുർബാന എന്നതിനെ പറ്റിയുള്ള ആഴമായ ഒരു ദർശനം ഇവിടെ അദ്ദേഹം നൽകുകയാണ്. ഞാൻ സത്യമായും നിങ്ങളോട് പറയുന്നു, മനുഷ്യപുത്രന്റെ ശരീരം ഭക്ഷിക്കാതെയും അവന്റെ രക്തം കുടിക്കാതെയും എന്നാൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടായിരിക്കില്ല. ഇത് അതേപടി അബ്സോർബ് ചെയ്ത് യേശു പറഞ്ഞത് ഉൾപ്പെടുത്തി തന്റെ സുവിശേഷത്തിൽ ഉൾപ്പെടുത്തുവാൻ യോഹന്നാൻ കാണിച്ച ഈ ഉത്സാഹത്തെ നാം അങ്ങേയറ്റം ശ്ലാഘിക്കേണ്ട ഒന്നാണ്. ജീവിതത്തിന്റെ ഏതൊക്കെ മേഖലകളിൽ നാം എന്തൊക്കെ എത്തിയാലും കുർബാന കൂടാതെ ഒന്നും നമുക്ക് സാധിക്കില്ല എന്നുള്ളതും യോഹന്നാൻ നമ്മെ പ്രബോധിപ്പിക്കുന്ന ഒരു വലിയ കാര്യമാണ്. പരിശുദ്ധ കുർബാന അതിന്റെ ആഴവും അർത്ഥവും എന്താണെന്ന് വളരെ ആഴമായി ഇനിയും നാം അനേക വർഷങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്. 36 വയസ്സുള്ള അച്ഛനും എന്നെ സംബന്ധിച്ച് 36 വയസ്സ് കഴിഞ്ഞു. അപ്പോൾ ഞാൻ ചിന്തിക്കുകയാണ്, കുർബാന എന്ന് പറയുന്നത് ഞാൻ പഠിച്ചു എന്ന് ഞാൻ കരുതിയാൽ അത് തീർച്ചയായും അപകടകരമായ ഒരു വിശേഷണമാണ്. ഇനിയും ഞാൻ എത്രയോ കുർബാനയെ പറ്റി പഠിക്കേണ്ടിയിരിക്കുന്നു. ഞങ്ങളെ പഠിപ്പിച്ച നേർത്താങ്കൽ കോരുതപൽപ്പാനപ്പച്ചന്റെ ശിക്ഷണത്തിൽ പഠിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. നമ്മുടെ അച്ഛന്മാർക്ക് ബഹുമാനപ്പെട്ട ഓർപ്പിസ്തോപ്പ അച്ഛനുമൊക്കെ ആ ഒരു ശിക്ഷണം ലഭിച്ച ആളാണ്. കോരുതപൽപ്പാനപ്പച്ചൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ഓരോ കുർബാന ചൊല്ലുന്ന അവസരത്തിലും ഇതെന്റെ അവസാനത്തെ കുർബാനയാണെന്ന് നാം ചിന്തിക്കുകയും ഇതെന്റെ ആദ്യത്തെ കുർബാനയാണെന്ന് ചിന്തിക്കുകയും ചെയ്യണം എന്ന് അവർ പറയാറുണ്ട്. ഇതെന്റെ ആദ്യത്തെ കുർബാനയാണെന്ന് ചിന്തിക്കണം, അതുപോലെ തന്നെ ഇതെന്റെ അവസാനത്തെ കുർബാനയാണെന്ന് ചിന്തിക്കണം. കാരണം ഇത് ആദ്യവും അവസാനവും ചെല്ലുമ്പോൾ അത് യുണീക്കാണ്. അതിന് മറ്റൊരു വ്യത്യസ്തതയോ അല്ലെങ്കിൽ ഒരു സമാനതയോ അല്ലെങ്കിൽ ആവർത്തനമോ ഇനി ഉണ്ടാവാൻ സാധ്യതയില്ല. ഇത്രമാത്രം ശ്രേഷ്ഠമായ കാൽവരിയിലുള്ള യാഗത്തിലുള്ള സംബന്ധമാണ് കുർബാനയ്ക്കുള്ളത് അദ്ദേഹം നമ്മെ പഠിപ്പിച്ചു. അദ്ദേഹത്തിന്റെ പഠിപ്പിക്കലുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു കുർബാന എന്താണ് എന്നുള്ളത് നമുക്ക് ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. കർത്താവ് പറഞ്ഞു, ഇത് എന്റെ ശരീരത്തിന്റെ ചരിത്രം, അതുകൊണ്ട് നമ്മൾ അത് ഓർമ്മ നടത്തുന്നു എന്ന് ചില ആളുകൾ പറയും. പ്രത്യേകിച്ച് ചില പ്രൊട്ടസ്റ്റന്റ് വിഭാഗത്തിലുള്ള ആളുകൾ പറയും, കർത്താവിന്റെ ഓർമ്മ, ഈ അപവ്യങ്ങളുടെ ഓർമ്മ കൊണ്ടാണ് ശുശ്രൂഷ ആണ് കുർബാന എന്ന് പഠിപ്പിക്കുന്ന പ്രൊട്ടസ്റ്റന്റ് സഭാ വിഭാഗക്കാരുണ്ട്.
നമ്മെ സംബന്ധിച്ചിടത്തോളം കർത്താവായ യേശു ക്രിസ്തു കാൽവരിയിൽ യാഗമായി തീർന്നതിന്റെ പങ്കാളിത്തമാണ് ഓരോ കുർബാനയും. അടുത്ത ആഴ്ചയും ഇതേ പങ്കാളിത്തമാണ്. അതുകൊണ്ടാണ് നമുക്ക് ആവർത്തന വിരസത അനുഭവപ്പെടുന്നില്ല. ചില കുഞ്ഞുങ്ങൾ പറയും കഴിഞ്ഞ ആഴ്ച ഇത് തന്നെയല്ല ഈ ആഴ്ച അച്ഛൻ ചെയ്തത്. വ്യത്യാസമൊന്നുമില്ലല്ലോ, കഴിഞ്ഞ ആഴ്ച പോലെ അച്ഛൻ അങ്ങോട്ട് തിരിഞ്ഞു ഇങ്ങോട്ട് തിരിഞ്ഞു ആശീർവാദം നൽകി എന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ കർത്താവായ യേശു ക്രിസ്തു കാൽവരിയിൽ യാഗമായി തീർന്ന ഏറ്റവും സുപ്രധാനമായ ബലിയിലുള്ള ഒരു സംബന്ധമാണ് ഓരോ കുർബാനയും. അതുകൊണ്ട് there is no repetitions. ഒരു ആവർത്തനവും ഉണ്ടാവുന്നില്ല. ഒരു ലൈൻ സെഗ്മെന്റ് നാം എടുക്കുമ്പോൾ, ഒരു രേഖാഖണ്ഡം എടുക്കുമ്പോൾ അത് ഒരു ബിഗിനിങ് പോയിന്റും എൻഡ് പോയിന്റും ഉണ്ട്. ഒരു ലൈൻ എന്ന് പറയുന്നത് അവിടെ ആരമുണ്ട്. ആ ലൈൻ സെഗ്മെന്റിന്റെ അപ്പുറത്ത് ഒരു ആരം ഇടുമ്പോൾ അത് അനന്തമായി തുടരുന്നതാണ്. അനന്തമായി തുടരുന്ന ഒരു ബലിയാണ് കാൽവരിയിലെ യാഗം. കർത്താവായ യേശു ക്രിസ്തു ലോകത്ത് അവതരിക്കുകയും അന്ന് വരെയുള്ള എല്ലാ പാപികളായ മനുഷ്യരെയും എല്ലാ മാനവജാതിയെയും ഉൾപ്പെടുത്തി അവർക്ക് വേണ്ടി യാഗമായി തീരുകയും അദ്ദേഹം ജീവിച്ചിരുന്ന 33 വർഷക്കാലത്തുള്ള ആ വർത്തമാനകാലത്തിലെ അന്നത്തെ വർത്തമാനകാലത്തിലെ ആളുകൾക്ക് വേണ്ടി പിന്നീട് വരുവാനുള്ള ഭാവി ലോകത്തെ എല്ലാവർക്കും വേണ്ടിയുമാണ് അദ്ദേഹം യാഗമായി തീർന്നത്. അതുകൊണ്ട് കുർബാനയിൽ ഒരു സമയത്തിന്റെ ഒരു സംയോജനമുണ്ട്. ഒരു പാസ്റ്റ് ടെൻസും പ്രസന്റ് ടെൻസും ഫ്യൂച്ചറും തമ്മിലുള്ള ഒരു സംയോജനമുണ്ട്. നാം ആരാധന ശ്രദ്ധിക്കുമ്പോൾ അറിയാം, ഇത് രഹസ്യമാണ്. ഒരാളൊക്കെ പറയും അച്ഛൻ കുർബാന കൊടുക്കുമ്പോൾ കുർബാന അപ്പവും മീനും സെപ്പറേറ്റ് ആയി കൊടുക്കണമെന്ന് ചില ആളുകളൊക്കെ പറയാറുണ്ട്. ചില സഭകളിൽ അങ്ങനെ ലഭിക്കുകയും ചെയ്യാറുണ്ട്. നമ്മുടെ സഭയെ സംബന്ധിച്ചിടത്തോളം അപ്പവും മീനും ഒരുമിച്ച് കലർത്തിയാണ് കൊടുക്കുന്നത്. കാരണം നമുക്കറിയാം, നമ്മുടെ ശരീരവും രക്തവും തമ്മിൽ വേർപിരിച്ച് നിർത്തിയാൽ ഒരിക്കലും ശരീരത്തിനും രക്തത്തിനും ജീവൻ ഉണ്ടാവുകയില്ല. നമ്മുടെ തന്നെ ശരീരത്തിലെ രക്തം മാറ്റി വെക്കുക, ശരീരം മാറ്റി വെക്കുക, ശരീരത്തിനും ജീവൻ ഉണ്ടാവുകയില്ല, രക്തത്തിനും ജീവൻ ഉണ്ടാവുകയില്ല. അതുകൊണ്ടാണ് നമ്മുടെ സുറിയാനി പിതാക്കന്മാർ അപ്പവും മീനും കലർത്തി വിശ്വാസികൾക്ക് നൽകുന്നത്. ഇത് എത്ര വലിയൊരു രഹസ്യമാണ്. ചില ആളുകൾ പറയും അച്ഛൻ കാസായിൽ നിന്ന് തരുന്നില്ല, പീലാസായിൽ നിന്നാണ് തരുന്നത്. മറ്റേ അച്ഛൻ കുറച്ചുകൂടെ ഭംഗിയായിട്ട് കൂടുതൽ കാസായിൽ നിന്ന് നൽകി കൂടുതൽ കർത്താവിന്റെ തിരുരക്തം അനുഭവിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇതിന്റെ രഹസ്യാത്മകമായ ഒരു മനോഭാവത്തെ നാം വിസ്മരിച്ചുകൊണ്ടാണ് ഇത് പറയുന്നത്. ഏതായിരുന്നാലും എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യാൻ കഴിയാതിരുന്നാൽ നിങ്ങൾക്ക് ഉള്ളിൽ ജീവനില്ല എന്നുള്ളത് ശക്തമായി പ്രബോധിപ്പിക്കുന്നത് യോഹന്നാൻ മാത്രമാണ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ തിരുശരക്തങ്ങൾ അനുഭവിക്കാത്ത വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉള്ളിൽ ജീവൻ ഉണ്ടാവുകയില്ല. അനേക രോഗികളായ ആളുകളെ പറ്റി അവരുടെ കേസ് സ്റ്റഡീസ് നടത്തുന്ന അവസരത്തിൽ, പ്രത്യേകിച്ചും മനസ്സിന്റെ അപഭ്രംശം കൊണ്ട് ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുള്ള ആളുകളെ പറ്റി അവരുടെ കേസ് സ്റ്റഡീസ് എടുക്കുമ്പോൾ അവരുടെയൊക്കെ ഒരു പ്രിമോർഡിയൽ പേഴ്സണാലിറ്റി അഥവാ രോഗാതുരമായ കാലഘട്ടത്തിന് മുമ്പുള്ള ഒരു പേഴ്സണാലിറ്റി പരിശോധിക്കുമ്പോൾ അവരുടെയൊക്കെ ജീവിതത്തിന്റെ ആദ്യ കാലഘട്ടങ്ങളിൽ അവർ തികച്ചും മതപരമായ വിശ്വാസമില്ലാതെ ജീവിക്കുകയും ആധ്യാത്മികമായ ജീവിതത്തെ ഒരു തരത്തിലും സ്വീകരിക്കുകയും ചെയ്യാത്ത ആളുകളിലാണ് കൂടുതൽ രോഗങ്ങൾ കണ്ടുവരുന്നതായി റിസർച്ചുകൾ തെളിയിക്കുന്നത്. ഏത് വ്യക്തികളെയും നാം പരിശോധിക്കുമ്പോൾ, അവരുടെ രോഗം ഉള്ള ഒരു 100 പേരെ നാം പരിശോധിക്കുമ്പോൾ 90% ആളുകൾക്കും രോഗവും ഈ ആധ്യാത്മികതയും തമ്മിലുള്ള ഒരു ബന്ധമുണ്ട്. നമുക്ക് രോഗമുണ്ട് എങ്കിലും ആധ്യാത്മിക ജീവിതം നമുക്കുണ്ടെങ്കിൽ നമുക്ക് സ്വസ്ഥവും സമാധാന സമ്പൂർണവും സന്തോഷപൂർണവുമായ ഒരു ജീവിതം നമുക്ക് പ്രദാനം ചെയ്യുന്ന ഒരു വലിയ അനുഭവം നമുക്ക് സിദ്ധിക്കുന്നതിന് യാതൊരു സംശയവുമില്ല. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഇന്ന് വൈഷമ്യങ്ങളും സങ്കീർണതകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നിറഞ്ഞ ഒരു ലോകമാണ്. സിറിയയിലെ കലാപം നമുക്കറിയാം. ലോകമെന്നുമുള്ള കലാപം പരിശോധിക്കുമ്പോൾ അങ്ങേയറ്റം യുദ്ധത്തിന്റെയും യുദ്ധശ്രുതികളുടെയും ഒരു കാലഘട്ടമാണ്. വേദനയും പോരാട്ടവും നിറഞ്ഞ ഒരു ലോകത്ത് ജീവിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ തിരുശരക്തങ്ങൾ അനുഭവിക്കുന്നതിലൂടെ മാത്രമേ നമുക്ക് യഥാർത്ഥമായ സ്വസ്ഥതയും സമാധാനവും ലഭിക്കുകയുള്ളൂ. അതാണ് യോഹന്നാൻ ഇവിടെ ഹൈലൈറ്റ് ചെയ്യുന്നത്. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നതിന് മാത്രമേ ജീവൻ ഉണ്ടാകൂ. എല്ലാത്തിനും ഉള്ളിൽ ജീവൻ ഉണ്ടാകുക, പുറമേ ജീവൻ ഉണ്ടായിരിക്കും. I am the bread of life. He who comes to me will not be hunger, and he who believes me will not be thirst. എന്റെ ശരീരം ഭക്ഷിക്കുന്നവന് വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്ന ഒരു നാളും ദാഹിക്കുകയില്ല. ഞാൻ ജീവന്റെ അപ്പമാകുന്നു. ഈ ജീവന്റെ അപ്പം പരിശുദ്ധ കുർബാന എന്ന് പറയുന്നത് കാൽവരിയിലെ യാഗമായി കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി
ബലിയായിത്തീർന്നതിൽ നിന്ന് നമുക്ക് ലഭിച്ച ഒരു അനുഭവമാണ്. കേവലം മർക്കോസിന്റെ മാളികയിൽ ഒരുമിച്ച് കൂടി ശിഷ്യന്മാർക്ക് അപ്പവും മീനും എടുത്തു കൊടുത്തു, അതിന്റെ ഓർമ്മ കൊണ്ടാണ് ശുശ്രൂഷ അല്ല കുർബാന എന്ന് പറയുന്നത്. പൗരസ്ത്യ സഭകളെ സംബന്ധിച്ചിടത്തോളം, അപ്പോസ്തോലികമായ വിശ്വാസത്തിൽ ജീവിക്കുന്ന ലൈംഗിക സഭകളെ സംബന്ധിച്ചിടത്തോളം സഭയുടെ അടിസ്ഥാനപരമായ വിശ്വാസം എന്ന് പറയുന്നത്, ഈ ഔദാശികമായ ജീവിതത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത് കാൽവരിയിലെ യാഗത്തിന്റെ ഒരു വലിയ സമ്മതമാണ്, ബലിയായിത്തീരുന്നതിന്റെ അനുഭവമാണ്. ജീവിതത്തിൽ പരസ്പരം ബലിയായിത്തീരുമ്പോൾ കുടുംബജീവിതത്തിൽ, സഭാജീവിതത്തിൽ, സാമൂഹിക ജീവിതത്തിൽ നമുക്ക് സാക്രിഫൈസ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം പൂർണ്ണമായി ഉൾക്കൊള്ളുവാൻ ഇടയായിത്തീരണം. ഭർത്താവും ഭാര്യയും തമ്മിലുള്ള ജീവിതം തുടങ്ങിയ ദിവസം തന്നെ അവസാനിച്ച ആളുകളുണ്ട്. കാരണം ആരാണ് വലുതെന്നുള്ള ചോദ്യമാണ്. കിരീടമാഴിയുടെ ശുശ്രൂഷയിൽ കിരീടം ആവശ്യിക്കുകയാണ്. കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചവർക്ക് കിരീടം ആവശ്യിച്ചു കൊടുക്കുകയാണ്. അതിന്റെ അർത്ഥം എന്താണ്? എന്ന് പറഞ്ഞുകൊണ്ടാണ് അച്ഛൻ വളരെ മനോഹരമായ ഗീതം ആരംഭിച്ച് വാങ്ങിയുടയവൻ ചെയ്യാനെന്ന് പറഞ്ഞ് ആവശ്യിപ്പിച്ച് ഈ മണവാട്ടിക്ക് നൽകുന്നത്. ഐ ഷുഡ് ബി ക്രോസ് ബൈ ക്രോസ് എന്ന ആധ്യാത്മിക ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു സമസ്യയാണ്, പ്രശ്നമാണ്. ഞാൻ എന്ന മനോഭാവത്തിന്റെ പ്രശ്നമാണ്. നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു ഐ എന്നുള്ളത് ബലിയായി തീരണം. എങ്കിൽ മാത്രമേ നമുക്ക് സ്വസ്ഥതയും സമാധാനവും നിലനിൽക്കാൻ ഇടയായിത്തീരുകയുള്ളൂ. പരിശുദ്ധ കുർബാന നമ്മെ മാടി വിളിക്കുന്നത് ഈ വലിയ ഒരു ദൗത്യത്തിലേക്കാണ്. ആയതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. ഇന്ന് ഈ ദേവാലയത്തിൽ കുർബാനയെ സംബന്ധിക്കുന്നതിന് വേണ്ടി വന്നതാണ്. എങ്കിലും ബഹുമാനപ്പെട്ട പൗരസ്ത്യോപാചനെ നിർബന്ധിച്ചതുകൊണ്ട് കുർബാന അർപ്പിക്കുവാൻ ഇടയായിത്തീർന്നു. ഇങ്ങനെ അവസരം നൽകിയ അച്ഛനോടുള്ള പ്രത്യേകമായ നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് ഒരു വാക്ക് ഉപസംഹരിക്കുന്നു.